നമ്മൾ ഒരുപാട് വിമാനയാത്ര നമ്മൾ നടത്താറുണ്ട്. ഇപ്പോൾ ഞാൻ അത്രത്തോളം മണിക്കൂറുകൾ ഞാൻ ഫ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരുപാട്. കാരണം ഈ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അമേരിക്കയിൽ തന്നെ ഏതാണ്ട് 4 തവണ പോയി. ഈ യൂറോപ്പിൽ ഞാൻ 4 തവണ, യൂറോപ്പിൽ പലയിടത്തായിട്ട് 4, 5, 6 തവണ ഞാൻ പോയിട്ടുണ്ട് ഒരുപാട്. അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ പോയി. അവസാനം പോയത് ചൈനയിലാണ്. ഇതെല്ലാം നമ്മൾ ഫ്ലൈ ചെയ്താൽ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കൂടുതലും ഞാൻ പോയേക്കുന്നത് നേരത്തെ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിലാണ് പോയേക്കുന്നത്. അതൊരു വിശ്വാസയോഗ്യമായൊരു ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് അതിൽ കയറുന്നത്. പിന്നെ ഇപ്പോഴൊക്കെ യാത്ര ചെയ്ത് മലേഷ്യൻ എയർലൈൻസ് നല്ല ഫ്ലൈറ്റാണ്. അപ്പോൾ അതിൽ നല്ല സൗകര്യങ്ങളുമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് ഫ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ ഈ ആകാശത്തൂടെ നമ്മളിങ്ങനെ ഫ്ലൈ ചെയ്ത് പോകുമ്പോൾ, പറക്കുമ്പോൾ നമ്മൾ ആരെ വിശ്വസിച്ചാൽ നമ്മളിതിനകത്ത് കയറുന്നത്? ദൈവത്തിനെ വിശ്വസിച്ചുകൊണ്ടാണോ? അല്ലല്ലോ. നമ്മൾ ഇത് ഓടിച്ചുകൊണ്ട് പോകുന്ന, ഇത് പറത്തുന്ന പൈലറ്റുമാരെ വിശ്വസിച്ചാണ്, മെയിൻ പൈലറ്റിനെയും കോ പൈലറ്റിനെയും വിശ്വസിച്ചാണ് നമ്മൾ ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നത്. മണിക്കൂറുകളുണ്ട്, 18 മണിക്കൂറൊക്കെയാണ്. ഇപ്പോൾ അമേരിക്കയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 18 മണിക്കൂറൊക്കെ ഒരൊറ്റ അടിക്ക് ഫ്ലൈ ചെയ്ത് പോകണം. അത് നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ദുബായിൽ നിന്ന് ഞാൻ അമേരിക്ക പോയത് ഒരു തവണ അബുദാബിയിൽ നിന്ന് പോയി, ബാക്കിയൊക്കെ ദുബായിൽ നിന്നാണ് പോയിട്ടുള്ളത്. ദുബായിൽ പോയിട്ടുള്ളൂ. ദുബായിൽ നിന്നാകുമ്പോൾ എമിറേറ്റ്സിൽ ഒരൊറ്റ അടിക്ക് ഫ്ലൈ ചെയ്ത് പോകാം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇവിടെ അബുദാബിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്ലൈറ്റിൽ അതിൽ ഫ്ലൈ ചെയ്ത് പോകാം. പിന്നെ ഖത്തർ എയർവേസിൽ ഒരിക്കൽ പോയി, അത് ദോഹയിൽ നിന്നാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഞാൻ ഈ 3 സ്ഥലങ്ങളിൽ നിന്നും, ദുബായിൽ നിന്നും അതുപോലെ തന്നെ അബുദാബിയിൽ നിന്നും അതുപോലെ ഖത്തർ ദോഹയിൽ നിന്നും ഞാൻ ഫ്ലൈ ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരുടെ എല്ലാം കണക്ഷൻ ഫ്ലൈറ്റ് നമുക്കുണ്ട് താനും, ഇങ്ങോട്ട് വരും. അത് തന്നെ അവരുടെ ഫ്ലൈറ്റ് ഇവിടെയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആരെ വിശ്വസിച്ചാൽ ഈ 18 മണിക്കൂറൊക്കെ ഇരിക്കുന്നത്? നമ്മളതിൽ കിടന്ന് ഉറങ്ങും, നമ്മൾ ആഹാരം കഴിക്കാറുണ്ട്, നമ്മൾ അതിൽ കിടന്ന് ഉറങ്ങും, സിനിമ കാണും, ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഈ സമയം പോക്കട്ടെ, ഇത്രയും സമയം ഇല്ലെങ്കിൽ വളരെ വിരസമായ യാത്രയായി പോകും. പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് തോന്നും, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുന്നേറ്റൊക്കെ ഒന്ന് നടക്കും. ഇതും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പൈലറ്റിനെയാണ് നമ്മുടെ ഇത്രയും പേരുടെ ജീവൻ ഏൽപ്പിച്ചേക്കുന്നത്. അതായത് 350-400 യാത്രക്കാരുള്ളതാണ്, 1-2 അല്ല. ഡബിൾ ഡെക്കറാണ് പല വിമാനങ്ങൾ. ഇപ്പോൾ ഈ 380 എന്ന് പറയുന്ന ഫ്ലൈറ്റ് എമിറേറ്റ്സിൻ്റെ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഖത്തർ എയർവേസിൻ്റെ ഒക്കെ 380 എന്ന് പറയുന്ന ഫ്ലൈറ്റിനകത്ത് 2 നിലയാണ്. അതിൽ ബിസിനസ് ക്ലാസ് എന്ന് പറയുന്നത് അത് മുഴുവൻ മുകളിലാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ബാക്കിയൊന്നും ആലോചിക്കാറില്ല. ഈ പൈലറ്റ് അത്രത്തോളം കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇത് ഓടിക്കുന്നത് എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷേ നമ്മൾ അറിയുന്നുണ്ടോ ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളത് ബ്രീത്ത് അനലൈസർ വെച്ച് അവരവിടെ വരുമ്പോൾ പരിശോധിക്കും. ഫ്ലൈറ്റ് പറത്താനായിട്ട് വരുമ്പോൾ പരിശോധിച്ചാൽ ഇപ്പോൾ അതിനകത്ത് എത്ര നേരം നമുക്ക് ഈ പരിശോധനയുടെ ഫലം നിൽക്കും? ഒരാളുടെ ബ്ലഡിൽ മദ്യത്തിൻ്റെ അംശം, ആൾക്കഹോളിൻ്റെ അംശം വരണമെന്നുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂറോളം നിൽക്കും. പക്ഷേ ആ 24 മണിക്കൂറൊക്കെ ആകുമ്പോഴേ ഇതങ്ങ് ടേപ്പർ ചെയ്ത് അങ്ങ് ഇല്ലാതായി പോകും. കാരണം ഇതങ്ങ് അലിഞ്ഞില്ലാതായി പോവുകയാണ്. പിന്നെ ആദ്യമൊക്കെ പരിശോധിച്ചാൽ ഇത് കിട്ടും. ബ്രീത്ത് അനലൈസർ വെച്ച് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഒരു 4-5 മണിക്കൂർ മുമ്പ് കാണാൻ മദ്യപിച്ചതിൻ്റെ മാത്രമേ കിട്ടുള്ളൂ. അത് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബ്രീത്ത് അനലൈസർ ഉണ്ടെന്ന് പരിശോധിക്കും, എന്നിട്ട് ഇങ്ങനെ ഫ്ലൈറ്റിൽ കയറ്റും. ഇവർ ഫ്ലൈറ്റിൽ ഇരുന്ന് മദ്യപിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളറിയൂ? ഒന്നുമില്ലല്ലോ, ഒരിക്കലും ഇല്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ബ്രീത്ത് അനലൈസർ വെച്ച് പരിശോധിച്ചാൽ മദ്യം മാത്രമല്ല പരിശോധിക്കാൻ പറ്റുള്ളൂ, ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. മയക്കുമരുന്നിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലഡിൽ ഡ്രഗിൻ്റെ അംശം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. അത് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച്, ഒരു വർഷം ഓരോ എയർലൈൻസിലെയും 10% പൈലറ്റുമാരെ റാൻഡമായിട്ട് ചെക്ക് ചെയ്യും. ആ 10% ആളുകളെ മാത്രമേ പരിശോധിക്കാറുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആളുകളോ? ഇപ്പോൾ ഈ മദ്യം ഉപയോഗിച്ച് ഓടിക്കുന്നതിനേക്കാളും വളരെ അധികം കുഴപ്പമാണ് ഈ കഞ്ചാവ് വലിക്കുകയോ
അല്ലെങ്കിൽ കഞ്ചാവ് ലേഹ്യം കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത് അത്രത്തോളം വളരെ കൂടിയ കുഴപ്പമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും പരിശോധിക്കാനുള്ള മെക്കാനിസം അല്ല. ഇപ്പോൾ അതിലുമൊക്കെ വളരെ വലിയ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് MDMA ഒക്കെ ഉണ്ട്, പെത്തഡിനുണ്ട്, ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ എടുത്തുകൊണ്ടായിരുന്നോ ഇരിക്കുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? നമുക്കറിയാൻ പറ്റത്തില്ല. ഇത് പരിശോധിക്കാനുള്ള സംവിധാനമൊന്നുമില്ല. കഞ്ചാവൊക്കെ വലിച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് ഇഞ്ഞ് കയറുന്നിരിക്കട്ടെ. അപ്പോൾ അതിരുന്ന് പുക വലിക്കാൻ ഒക്കാത്തത് കൊണ്ട് സ്മോക്ക് ഡിറ്റക്ടർ അതിനകത്തെല്ലാം ഉള്ളതുകൊണ്ട് അത് ബന്ധപ്പെടാൻ അലാറം അടിക്കും, പ്രശ്നമാണ്. അതുകൊണ്ട് ഫ്ലൈറ്റിനകത്ത് വെച്ച് ഇപ്പം വലിക്കാൻ പറ്റത്തില്ല. പണ്ട് ഫ്ലൈറ്റിൽ സിഗരറ്റ് വലിക്കാമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ടത്, ഇത് ഇവർ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണോ ഇത് കയറി വരുന്നതെന്ന് അറിയാൻ ഇപ്പം മെക്കാനിസം ഒന്നുമില്ല, പരിശോധിക്കുന്നൊന്നുമില്ല. ഇന്ന് മയക്കുമരുന്ന് ഇത്രയും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന പല രാജ്യങ്ങളും ഉണ്ടല്ലോ. അത് കാരണം നമ്മുടെ എന്തോ വിശ്വസിച്ചാണ് ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്. ഒന്നും ഒരു മാർഗമില്ല. ഇവർ ഫ്ലൈ ചെയ്യുന്ന, ഇവർ പറത്തുന്ന ഫ്ലൈറ്റിൽ നമ്മൾ അങ്ങ് ഇരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ഇവർ മയക്കുമരുന്ന് അടിച്ച് അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ച് കഞ്ചാവ് ലേഹ്യവും കഴിച്ചിട്ട് ഒക്കെയാണോ ഇരിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു കാരണവശാലും നമുക്കറിയാനൊരു മെത്തേഡുമില്ല, ഒരു മാർഗവുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ പരിശോധന എന്ന് പറയുന്നത് വ്യാപകമാക്കണം. വെറും ഈ ബ്രീത്ത് അനലൈസർ മാത്രം പോരാ, അതിനിടയിലെങ്കിലും അതുപോലെ തന്നെ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം വേണം. അതായത് ഫ്ലൈറ്റിൽ ഇവർക്ക് ഫ്ലൈറ്റ് ഇപ്പോൾ പൈലറ്റ് ചോദിച്ചെന്നിരിക്കട്ടെ, അത് എയർ ഹോസ്റ്റസുമാരാണ് അവർക്ക് ആഹാരമൊക്കെ സപ്ലൈ ചെയ്യുന്നത്, കൊണ്ടു കൊടുക്കുന്നത്. അതിനകത്ത് മദ്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് അവർക്ക് ഇച്ചിരി കൊടുക്കാൻ പറ്റാത്ത ഒന്നുമല്ല, ചെയ്യാൻ പറ്റും. വേറെ പല ഇടപാടുകളും യഥാർത്ഥത്തിൽ അതിൽ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പുറത്ത് പറയാൻ ഒക്കാത്തതുകൊണ്ടോ അത് ഏത് ഫ്ലൈറ്റൊക്കെ ആണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടും ഞാനത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് വിദേശത്തൊന്നുമല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഞാൻ കണ്ടേക്കുന്നത്, ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിൽ. അപ്പോൾ അത് എന്തുവാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങ് വിടുകയാണത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ഇവർക്ക് എന്തും അത് ചെയ്യാം. അത് ക്യാപ്റ്റനും അവരും കോ പൈലറ്റ് എന്ന് പറയുന്നവരും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിലുള്ളവരനുസരിച്ച് വെക്കുള്ളൂ. എയർ ഹോസ്റ്റസ്മാരായാലും മറ്റ് ക്യാബിൻ ക്രൂ ബാക്കി ആളുകളെല്ലാം അത് അനുസരിച്ചേ പറ്റുള്ളൂ. അത് അത്ര ഒരു നിയമം തന്നെയാണ് എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. കപ്പലിലായാലും അതുപോലെ തന്നെ ഷിപ്പിലായാലും എയർക്രാഫ്റ്റിലായാലും ഇവർ മുഴുവൻ അനുസരിച്ചേ പറ്റുള്ളൂ. ക്രൂ മുഴുവൻ അനുസരിക്കണം പറയുന്നത്. കാരണം ഒരു ഓർഡറാണ് അവർ പറയുന്നത്, അല്ലാതെ അവർ ഇതൊന്നുമല്ല, വേറെ ഒരു റിക്വസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ അത് അനുസരിച്ച് പറ്റും. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ കിട്ടും വേണമെന്ന് വെച്ചാൽ ഒരു ബന്ധപ്പാടുമില്ല. അവർക്ക് ആഹാരം കൊണ്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇത് കൊണ്ട് കൊടുക്കാം, ആരും അറിയാതെ തന്നെ കൊടുക്കാവുന്നേ ഉള്ളൂ, ഒരു ബന്ധപ്പാടുമില്ല കൊടുക്കാൻ. അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ അതും പരിശോധിക്കാനുള്ള ഒരു സംവിധാനം വേണം. പിന്നെ അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഡ്രഗ്സ് ഇത്രയും വ്യാപകമായ തോതിൽ ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ട് ഇതുപോലെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ നാർക്കോട്ടിക് ഡ്രഗ്സോ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള പരിശോധന ഇവർക്ക് നടത്തിയിരിക്കണം നിർബന്ധമായിട്ട് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. കാരണം ഈ ബോധമൊന്നുമില്ലാതെ കിറങ്ങി അടിച്ചിരിക്കുന്നവന്മാർ ഇത് ഫ്ലൈ ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്ത് ധൈര്യത്തിൽ നമ്മൾ അതിനകത്തിരിക്കും? അതുകൊണ്ട് വളരെ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത് പുറത്ത് വന്നതിൻ്റെ കാര്യം, ഫുക്കറ്റിൽ നിന്നും ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ്. അത് ഒരു ആകാശ ചുഴിയിൽ വീണതെന്ന് പറയപ്പെടുന്നു. 300 അടി താഴോട്ട് ഒരൊറ്റ അടിക്ക് വന്ന് വീണ് താഴോട്ട്. 20 യാത്രക്കാർക്കും 4 ക്രൂ മെമ്പേഴ്സിനും അതിനകത്ത് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അന്വേഷണം നോക്കി, ഇതിന് യഥാർത്ഥത്തിൽ ടെക്നിക്കൽ ഡിഫക്റ്റ് ലാച്ചസ് വല്ല എന്തെങ്കിലും ഉണ്ടോ എയർക്രാഫ്റ്റിനെന്ന് നോക്കി. അവസാനം ഇത് നോക്കിയത് ഇപ്പോൾ ആരുടെയെങ്കിലും പൈലറ്റിൻ്റെ പിഴവാണോ എന്ന് നോക്കി അന്വേഷിച്ച് വന്നപ്പം പൈലറ്റിൻ്റെ ബ്ലഡ് സാമ്പിളുകൾ പരിശോധിച്ച്, യൂറിൻ സാമ്പിളുകൾ 2 സാമ്പിളുണ്ട്, എ സാമ്പിളും ബി സാമ്പിളും. എ സാമ്പിൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കഞ്ചാവിൻ്റെ അംശമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇങ്ങനെ അത് കണ്ടുപിടിച്ചതുകൊണ്ട് ബി സാമ്പിൾ പിന്നെയും പരിശോധിച്ചു. അപ്പോൾ അതിനകത്തും ഉറപ്പാണ്. അപ്പോൾ ഇത് ഒരു തവണ പിടിക്കപ്പെട്ടാൽ വാണിംഗ് മാത്രമേ ഉള്ളവർക്ക്. അത് മതിയോ? വാണിംഗ് ഒന്നുമല്ല വേണ്ട, വീട്ടിൽ പറഞ്ഞയക്കണം. കഞ്ചാവ് വലിക്കുന്നവൻ വീട്ടിൽ പോയിരുന്ന് വലിക്കട്ടെന്ന് പറയണം. അവനെ ഫ്ലൈ ചെയ്യാനായിട്ട്
ഇത്രയും വലിയ ശമ്പളവും കൊടുത്ത് ഇവനെ ആകാശത്ത് കയറ്റരുത്. അവൻ്റെ ലൈസൻസൊക്കെ ക്യാൻസൽ ചെയ്ത് അപ്പോഴേ അവനെ വീട്ടിൽ പറഞ്ഞയക്കണം. നമ്മൾ റോഡിൽ വണ്ടി ഉപയോഗിക്കുന്ന വാഹനം ഉപയോഗിക്കുന്നവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമല്ലോ, അതുപോലെ ഇവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം. കുറേ ആൾ വീട്ടിൽ ഇരുന്നിട്ട് ഇത് സുഖമായിട്ട് കഞ്ചാവും ഒക്കെ വലിച്ച് മടുക്കും പതിഞ്ഞ് വന്നാൽ മതി, അല്ലേ വട്ടനായിട്ട് അവൻ അങ്ങ് പോയിക്കോളും. ഈ രീതിയിൽ ഉള്ള ഒരു ഇവരെയും കർശനമായ പരിശോധനകൾ വേണം. ഇല്ലെങ്കിൽ വളരെ അപകടകരമാണ് ആയ കാര്യമാണ്. നമ്മൾ ആരെ വിശ്വസിച്ച് നമ്മൾ ഫ്ലൈറ്റിൽ കയറും, അതിപ്പോൾ ഒരു ചിന്താക്കുഴപ്പത്തിൽ ഇരിക്കുക, ശ്രദ്ധിക്കണം.